വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ടോപ്പിക്കിലോട്ട് പോകാം. കോറിലേറ്റീവ് കൺജങ്ഷൻസ്. അപ്പോൾ കൺജങ്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് കോറിലേറ്റീവ്സ്. അപ്പോൾ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് കൺജങ്ഷൻസ് ഫുള്ള് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സിലബസുകളിലും കോറിലേറ്റീവ്സ് എടുത്ത് പറയുന്നുണ്ട്, കോറിലേറ്റീവ് കൺജങ്ഷൻസ് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, എന്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെ എന്താണ് കോറിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഒരു സെന്റൻസിൽ തുല്യ പ്രാധാന്യത്തോടു കൂടിയ വാക്കുകളെയോ ഫ്രേസുകളെയോ തമ്മിൽ യോജിപ്പിക്കുന്ന ലിങ്കിങ് വേർഡ്സ് ആണ് കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ തുല്യ പ്രാധാന്യമുള്ള രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകളെ ഇവയെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ലിങ്കിങ് വേർഡിനെ യോജിപ്പിക്കുന്ന ലിങ്കിങ് വേർഡുകളെയാണ് കോറിലേറ്റീവ്സ് എന്ന് പറയുക. ഇവ നമ്മുടെ സെന്റൻസിൽ എങ്ങനെയാണ് കാണപ്പെടുക? ഇവ ജോഡികളായാണ് സെന്റൻസിൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസിന് ഉദാഹരണം? ഈ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ നിന്ന് തന്നെ പല പരീക്ഷകൾക്കും നമുക്ക് 1 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഇവയുടെ പെയർ, ഇപ്പോൾ ഹാർഡ്ലിയുടെ പെയറാണ് വെൻ, ആ ഒരു പെയറിൻ്റെ ഭാഗത്ത് ഡാഷ് ഇട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. ആ അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രഡക്ഷനിൽ നിന്ന് പോലും ഈ ഒരു ഹാർഡ്ലിയുടെയും സ്കേഴ്സ്ലിയുടെയൊക്കെ പെയർ വെന്നാണ്, ഓറാണ്, ബട്ട് ആൾസോ ആണ്, ദാൻ ആണ് എന്നുള്ള ഇൻട്രഡക്ഷൻ പാർട്ടിൽ നിന്ന് പോലും നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോറിലേറ്റീവ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, എയ്തർ ഓർ, neither nor, not only but also, no sooner than, rather than, whether or. എന്തൊക്കെയാണ്? hardly when, scarcely when, either or, neither nor, not only but also, no sooner than, rather than, whether or. ഇവയൊക്കെയാണ് എന്ത്? കോറിലേറ്റീവ് കൺജങ്ഷൻസ്. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിക്കാം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൂടുതലും സെൻറ്റൻസ് കറക്ഷനകത്തൊക്കെ ഇത്തരം സെൻറ്റൻസുകൾ തന്നിട്ട് ലിങ്ക് ചെയ്ത 2 സെൻറ്റൻസുകളൊക്കെ തന്നിട്ട് സെൻറ്റൻസ് കറക്ഷനകത്തൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമുക്കവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിക്കാം. ഈ ഹാർഡ്ലി വെൻ ആയാലും സ്കേഴ്സ്ലി വെൻ ആയാലും ഇനി ബെയർലി വെൻ ആയാലും ഇതിൻ്റെ എല്ലാം റൂൾ എന്താണ്? സെയിം ആണ്. നമ്മൾ ആദ്യം പഠിക്കുന്നു ഹാർഡ്ലി വെൻ അഥവാ സ്കേഴ്സ്ലി വെൻ അഥവാ ബെയർലി വെൻ. ഇവയുടെ പ്രയോഗം മീൻസ് 2 സെന്റൻസുകൾ നമുക്ക് തരും. 2 സെന്റൻസുകൾ തന്നിട്ട് അവയെ നമ്മൾ എങ്ങനെയാണ് ഹാർഡ്ലി വെൻ അഥവാ സ്കേഴ്സ്ലി വെൻ അഥവാ ബെയർലി വെൻ ഒക്കെ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ഇതേപോലൊരു 2 സെൻറ്റൻസുകൾ തരും. ആ 2 സെൻറ്റൻസുകളെ നമ്മൾ ഹാർഡ്ലി വെന്നോ സ്കേഴ്സ്ലി വെന്നോ ബെയർലി വെന്നോ ഒക്കെ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് എന്താണ് എന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ അല്ലെങ്കിൽ ബെയർലിയോ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഹാർഡ്ലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ, അല്ലെങ്കിൽ ബെയർലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ ഏതാണോ സെന്റൻസിൽ കിടക്കുന്നത് അത് ആദ്യം എഴുതുക. ആദ്യം ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ നിങ്ങൾ എഴുതുക. അതിനുശേഷം നമ്മൾ ഹാഡ് എഴുതുക. മീൻസ് ഒരു ഓക്സിലറി വെർബാണ് എഴുതേണ്ടുന്നത്. ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഹാർഡ് ആയിരിക്കും. ഓക്കെ, ഹാർഡ് എഴുതുക. അപ്പോൾ ആദ്യമേ നമ്മൾ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ എഴുതുന്നു. അതിനുശേഷം ഒരു ഓക്സിലറി വെർബാണ് എഴുതേണ്ടുന്നത്. ഏത് എഴുതുക? ഹാഡ് എഴുതുക. അപ്പം ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ഒക്കെ എഴുതിയിട്ട് അതിനുശേഷം ഹാർഡ് എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ ഒരു സബ്ജക്റ്റ് എഴുതാവൂ. സബ്ജക്റ്റിന് ശേഷം വെർബ് എഴുതുക. അതും വെർബിൻ്റെ ഏത് ഫോമാ? V3 ഫോം തന്നെയാണ് എഴുതുക. പിന്നീട് ബാലൻസ് അങ്ങ് എഴുതുക. ഒന്നാമത്തെ സെന്റൻസിന്റെ ബാലൻസ് ഭാഗം എഴുതുക. പിന്നെ രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ എന്തെങ്കിലും ഒരു വേർഡ് കാണും, ഇമ്മീഡിയറ്റ്ലിയോ അങ്ങനെയൊക്കെയുള്ളൊരു വേർഡ് കാണും. ആ വേർഡിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് എന്ത് ചേർക്കുക? വെൻ ചേർക്കുക. പിന്നീട് ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സബ്ജക്റ്റ്, രണ്ടാമത്തെ സെന്റൻസ് അങ്ങ് എഴുതുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കത്തില്ല, എക്സാമ്പിൾ തരുമ്പോൾ ക്ലിയർ ആകും. അപ്പം ഫോർമാറ്റ് ഇതാണ്: ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി ഓർ ബെയർലി പ്ലസ്
ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബാലൻസ്. ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി ഓർ ബെയർലി പ്ലസ് ഹാർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബാലൻസ്. ഇതാണ് ഫസ്റ്റ് ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, ബെയർലി വെൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്ന റൂൾ ഇതാണ്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കിത് ഞാൻ എന്താ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യമേ ഹാർഡ്ലി വെൻ ഉപയോഗിച്ചാണ് രണ്ട് സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡ്രൈവർ സോ ദ സിഗ്നൽ ക്വിക്ക്ലി ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. ദ ഡ്രൈവർ സോ ദ സിഗ്നൽ ക്വിക്ക്ലി ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രണ്ട് സെന്റൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് സബ്ജക്റ്റുകളെ നമുക്ക് ഹാർഡ്ലി വെൻ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്യണം, യോജിപ്പിക്കണം. അപ്പോൾ നമുക്കറിയാം ആദ്യമേ നമ്മൾ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ ഒക്കെയാണ് ഉപയോഗിക്കുക. ഇവിടെ ഹാർഡ്ലി വെൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് എഴുതുന്നു? ഹാർഡ്ലി എഴുതുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ ഹാഡ്, ഓക്സിലറി വെർബ് ഹാഡ് കൈ നിട്ട് കൊടുക്കുക. ഹാർഡ്ലി, ഹാഡ്. ഇനി എന്ത് എഴുതുക? സബ്ജക്റ്റ് എഴുതുക. ഏതാ ഇവിടുത്തെ സബ്ജക്റ്റ്? ദ ഡ്രൈവർ ആണ്. ദ ഡ്രൈവർ. ഓക്കെ, സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് എഴുതേണ്ടുന്നത്. ഏതാ? സോ ആണ് ഇവിടുത്തെ വെർബ്. ആ വെർബിന്റെ V3 ഫോമാണ് ഉപയോഗിക്കുക. ഏതാണ്? സീൻ എഴുതി. സീൻ. ഇനി ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് എഴുതുക. ദ സിഗ്നൽ. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ കാണുന്ന വാക്ക് ക്വിക്ക്ലി, അതിനെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കുക? ഹാർഡ്ലിയുടെ പെയറായ വെന്ന് കൊടുക്കുക. വെൻ. ഇനി സെക്കൻഡ് സെന്റൻസ് അങ്ങ് എഴുതിയാൽ മതി. ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ്, രണ്ട് സെന്റൻസുകൾ ഇതേപോലെ തരുമ്പോൾ അവയെ ഹാർഡ്ലി വെൻ ഉപയോഗിച്ച് യോജിപ്പിക്കാൻ പറഞ്ഞാൽ ഫോർമാറ്റ് ഇതാണ്. ആദ്യം നമ്മൾ ഹാർഡ്ലി എഴുതുന്നു, പിന്നീട് ഹാർഡ് എഴുതുന്നു. ഓക്സിലറി വെർബ് അത് ഹാർഡാണ്. ഹാർഡ് എഴുതുന്നു. അതിനുശേഷം സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V3 ഫോം എഴുതുന്നു. പിന്നീട് ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെന്റൻസ് എഴുതുന്നു. പിന്നീട് ഇടയ്ക്ക് വെന്ന് കൊടുക്കുക. പിന്നീട് രണ്ടാമത്തെ സെന്റൻസ്, ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെന്റൻസ് അതേപോലെ എഴുതുക. ഹാർഡ്ലി, ഹാർഡ്, ദ ഡ്രൈവർ സീൻ ദ സിഗ്നൽ when he applied the brake. Second sentence, he closed the door. Soon somebody knocked at the door. He closed the door. Soon somebody knocked at the door. നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഹാർഡ്ലി എഴുതുക. കണ്ട ഫോർമാറ്റ് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന്? ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ എഴുതുന്നു. അതിനുശേഷം ഓക്സിലറി വെർബ്, അത് ഹാർഡ് എന്ന് പഠിച്ചാൽ മതി. ഹാർഡ് എഴുതുന്നു. പിന്നീട് സബ്ജക്റ്റ് എഴുതുന്നു. പിന്നീട് അവിടുത്തെ വെർബ് ഏതാണോ ആ വെർബിന്റെ V3 ഫോം എഴുതുന്നു. ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് എഴുതുന്നു. രണ്ടാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് കാണുന്ന ആ ഒരു വേർഡിനെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ വെന്ന് ചേർക്കുന്നു. He closed the door. Soon somebody knocked at the door. നമ്മൾ നോക്കുന്നു. ആദ്യം ഹാർഡ്ലി എഴുതാം. ഹാർഡ്ലിക്ക് ശേഷം ഹാർഡ് കൊടുക്കുന്നു. ഹാർഡ്ലി, ഹാഡ്. ഇനി സബ്ജക്റ്റ് എഴുതുന്നു. ഏതാണ്? ഹി ആണ്. ഹി. ഇനി വെർബ് എഴുതുന്നു. വെർബിന്റെ V3 ഫോം ക്ലോസ്ഡിന്റെ V3 ക്ലോസ്ഡ് തന്നെയാണ്. ക്ലോസ്ഡ്. ബാലൻസ് എഴുതുന്നു. എന്താണ്? ദ ഡോർ, ദ ഡോർ, ദ ഡോർ. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ കാണുന്ന സൂൺ എന്ന വാക്കിനെ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ വെൻ ചേർക്കുന്നു. ഇനി ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെന്റൻസ് എഴുതുന്നു. സംബഡി നോക്ക്ഡ് അറ്റ് ഇറ്റ്, അല്ലെങ്കിൽ അറ്റ് ദ ഡോർ. അറ്റ് ദ ഡോർ എന്നോ ഇവിടെ പ്രീവിയസ് ക്വസ്റ്റിന് ഇറ്റ് കിടന്നതുകൊണ്ടാണ് ഇറ്റ് എഴുതിയത്. നോക്ക്ഡ് അറ്റ് ദ ഡോർ. നിങ്ങൾ അങ്ങനെ എഴുതിക്കുക. അറ്റ് ദ ഡോർ. നെക്സ്റ്റ്, ഐ വെന്റ് ടു ബെഡ് സൂൺ ഐ ഫെൽ അസ്ലീപ്. ആദ്യമേ നമ്മൾ ഹാർഡ്ലി എഴുതുന്നു. പിന്നീട് നമ്മൾ ഹാഡ് എഴുതുന്നു. ഹാർഡ്ലി, ഹാഡ്. ഇനി സബ്ജക്റ്റ് എഴുതുന്നു. ഏതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഐ ആണ്. ഐ. ഓക്കെ, ഇനി വെർബിന്റെ V3 ഫോം എഴുതുക. ഗോ, വെന്റ്, ഗോൺ. ഗോ, വെന്റ്, ഗോൺ ആണ് V1, V2, V3 ഫോംസ്. ഇപ്പൊ ഹാർഡ്ലി, ഹാഡ്, ഐ. V3 ഏതാ? ഗോൺ. ടു ദ ബെഡ്. ബാലൻസ് എഴുതി. ടു ദ ബെഡ്. സൂണിനെ നമ്മൾ ഒഴിവാക്കിയിട്ട്
അവിടെ നമ്മൾ എന്ത് ചേർത്തു? വെൻ ചേർത്തു, വെൻ. ഇനി ഐ എഴുതി, ഐ ഫെൽ അസ്ലീപ്. ഓക്കെ, ഹാർഡ്ലി ഹാർഡ് ഐ ഗോൺ ടു ബെഡ് വെൻ ഐ ഫെൽ അസ്ലീപ്. സ്കേഴ്സ്ലി വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. നമ്മൾ ആദ്യമേ നോക്കുന്നു സ്കേഴ്സ്ലി ഉപയോഗിച്ച്, രണ്ടും ഏത് ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. സ്കേഴ്സ്ലി വെൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാൻ ഞാൻ ഹെഡ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വ്യത്യസ്തമായ രണ്ട് സെൻറ്റൻസുകൾ ഇവിടെ തന്നിരിക്കുന്നു. അവയെ നമുക്ക് സ്കേഴ്സ്ലി വെൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യണം. ആദ്യം നമ്മൾ സ്കേഴ്സ്ലി എഴുതുന്നു, സ്കേഴ്സ്ലി. ഇനി എന്ത് എഴുതുക? ഹാർഡ് എഴുതുക, സ്കേഴ്സ്ലി ഹാർഡ്. ഇനി സബ്ജക്റ്റ് എഴുതുക, ഏതാണ്? ഐ ആണ്, ഐ. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക, ഏതാണ്? റീച്ച്ഡിന്റെ V3, അത് തന്നെയാണ് റീച്ച്ഡ്. ബാലൻസ് എഴുതുക, ദ സ്റ്റേഷൻ. ഇനി സെക്കൻഡ് സെന്റൻസിന്റെ ഫസ്റ്റ് കണ്ട ദെൻ എന്ന വേർഡിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ വെൻ ചേർക്കുന്നു. ബാക്കി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുന്നു. അപ്പം സ്കേഴ്സ്ലി വെൻ ഉപയോഗിച്ച് ഇതേപോലൊരു സെന്റൻസ് കമ്പൈൻ ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ചിലപ്പോൾ ഇവിടെ ഡാഷ് എഴുതുക, സ്കേഴ്സ്ലി കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഡാഷ് ഇട്ട് തരുമ്പോൾ നിങ്ങൾ അവിടെ വെൻ ഉപയോഗിക്കണം. ഇനി സ്കേഴ്സ്ലി കഴിഞ്ഞിട്ട് ഹാർഡ് എഴുതണം. ഹാർഡിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടാണ് V3 വരേണ്ടുന്നത്. ഈ ഭാഗത്ത് ഡാഷ് ഇട്ടാലും നിങ്ങൾ ഈ ഓർഡർ ഫോളോ ചെയ്യുക. ഹാർഡ് വന്നിട്ട് സബ്ജക്റ്റ് വന്നിട്ട് തന്നെ V3 വരണം. ചിലപ്പോൾ സ്കേഴ്സ്ലി ഐ ഹാർഡ് റീച്ച്ഡ് എന്നൊക്കെ ഓപ്ഷനിൽ കിടക്കും. അതൊന്നും എഴുതരുത്. ഇവിടെ വേണേ ഡാഷ് തരാം, ഇവിടെ വേണേ ഡാഷ് തരാം, ഇവിടെ മുതൽ ഇവിടം വരെ ഡാഷ് തരാം, ഈ ഭാഗത്ത് ഡാഷ് തരാം, ഇങ്ങനെയൊക്കെ ഇട്ട് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പാകത്തിന് നമ്മൾ കമ്പൈൻ ചെയ്ത് പോവുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഭാഗത്ത് എറർ കൊടുത്തിട്ട് ABCD എന്ന് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏത് പാർട്ടാണ് എററായിട്ടുള്ളത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്കേഴ്സ്ലി വെൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസ് തരുന്നു, 4 സെൻറ്റൻസുകൾ തന്നിട്ട് അതിലൊരു സെൻറ്റൻസിൽ വെൻ ചേർക്കേണ്ട ഭാഗത്ത് ദെന്ന് ചേർത്താൽ അത് എ ആണെങ്കിൽ ആ എ എന്ന ഓപ്ഷൻ തെറ്റാണ്. ഇങ്ങനെയൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നോക്കാം. ഐ തോട്ട് ഓഫ് ഹാവിങ് ഐസ്ക്രീം ദെൻ മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ. സ്കേഴ്സ്ലി ആദ്യം എഴുതുന്നു, ശേഷം ഹാഡ് എഴുതുന്നു. ഇനി സബ്ജക്റ്റ് എഴുതുക, ഏതാണ്? ഐ ആണ്, ഐ എഴുതി. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക, തോട്ട്. അതിൻ്റെ കൂടെ ഫ്ലോയ്ക്ക് അത്ര എഴുതണം, തോട്ട് ഓഫ് ഹാവിങ് ഐസ്ക്രീം. തോട്ട് പിന്നെ ബാലൻസ് ഇത് ഓഫ് ഹാവിങ് ഐസ്ക്രീം. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ ആദ്യമേ കിടന്ന വേർഡായ ദെന്നിനെ അവിടെ അവോയ്ഡ് ചെയ്തിട്ട് ബാലൻസ് എഴുതുക, മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ. മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ. The boys saw the watchman, soon they ran away. ആദ്യമേ സ്കേഴ്സ്ലി എഴുതി, സ്കേഴ്സ്ലി. ഇനി ഹാർഡ് എഴുതുന്നു, ഹാഡ്. ഇനി സബ്ജക്റ്റ് എഴുതുന്നു, ദ ബോയ്സ്. സ്കേഴ്സ്ലി ഹാഡ് ദ ബോയ്സ്. ഇനി വെർബിന്റെ V3 ഫോം എഴുതുന്നു, സോയുടെ V3 ഏതാ? സീൻ ആണ്, സീൻ. ഇനി ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് എഴുതുന്നു, ദ വാച്ച്മാൻ. ഇനി വെൻ ഇടുന്നു, രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ കണ്ട സൂണിനെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ വെൻ ചേർത്തു, ബാലൻസ് എഴുതി, ദേ റാൻ എവേ എന്ന് എഴുതി. അപ്പൊ എന്ത് കിട്ടി? സ്കേഴ്സ്ലി ഹാഡ് ദ ബോയ്സ് സീൻ ദ വാച്ച്മാൻ വെൻ ദേ റാൻ എവേ. ഇനി നമുക്ക് ഡാഷ് ഇട്ടുള്ള തരം ക്വസ്റ്റ്യനുകളിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കേഴ്സ്ലി ഹാഡ് he heard the news dash he rushed. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? സ്കേഴ്സ്ലി ഹാഡ് he heard the news he dash rushed. അങ്ങനെയാണ് കേട്ടോ, ഇവിടെ അല്ല ഡാഷ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. he dash rushed. വെൻ ഉണ്ട്, ദാൻ ഉണ്ട്, ദെൻ ഉണ്ട്, ഈഫ് ഉണ്ട്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, വെൻ ആണ്. സ്കേഴ്സ്ലി വെൻ. Scarcely had he heard the news മാറിപ്പോയി, ഇവിടെ തന്നെയാണ് ഡാഷ്. when he rushed. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ, scarcely had he heard the news when he rushed എന്നാണ്. ഓക്കെ, ഹാർഡിയുടെ പേര് വെൻ ആണ്. dash seen me when he stopped the car. Hardly he had, hardly had he, hardly he. ഇവിടെ ആൻസർ ഏതായിരിക്കും? നമുക്ക് നോക്കാം. ഇവിടെ ഹാർഡ്ലി ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്യേണ്ടത്. അതായത് വ്യത്യസ്തമായ ഏതോ 2 സെന്റൻസുകളെ ഇവിടെ ഹാർഡ്ലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹാർഡ്ലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ
ആദ്യം ഹാർഡ്ലി വരണമല്ലോ. അപ്പോൾ ആദ്യമേ ഹാർഡ്ലി വന്ന ഓപ്ഷൻ ഇത് രണ്ടേ ഉള്ളൂ. ഓക്കെ, ഹാർഡ്ലി കഴിഞ്ഞാൽ അതിനുശേഷം ഹാർഡ് അല്ലയോ വരേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഹി അല്ലയോ കിടക്കുന്നത്. അപ്പോൾ അത് ആൻസർ വരില്ല. ഇത് മാത്രമാണ് ആൻസർ. ഹാർഡ്ലി, ഹാഡ്, സബ്ജക്റ്റ് എഴുതി ഹി, ഇനി വെർബിന്റെ V3 ഫോം എഴുതി സീൻ മീ വെൻ ഹി സ്റ്റോപ്ഡ് ദ കാർ എന്ന് എഴുതി. ഹാർഡ്ലി ഹാഡ് ദ TV ചാനൽ ഡാഷ് ക്രിക്കറ്റ് മാച്ച് വെൻ ഹി ഫെൽ അസ്ലീപ്. ടെലികാസ്റ്റ്, ടെലികാസ്റ്റിംഗ്, ടെലികാസ്റ്റഡ്. നിങ്ങളുടെ ആൻസർ എന്താണ്? ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുടെയും മനസ്സിലോട്ട് ഓടിയെത്തിയ ആൻസർ ടെലികാസ്റ്റഡ് ആയിരിക്കും. ബട്ട് അത് എററാണ്. ടെലികാസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം, ഹാർഡ്ലി വന്നു. ഹാർഡ്ലി ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ഏതോ രണ്ട് സെന്റൻസുകളെ. ഹാർഡ്ലി വന്നാൽ അതിനുശേഷം ഹാഡ് ആണ് യൂസ് ചെയ്യുക. ഹാർഡ്ലി ഹാഡ്. ഇനി സബ്ജക്റ്റ് എഴുതുക ദ TV ചാനൽ. പിന്നീട് വെർബിന്റെ V3 ഫോമാണ് എഴുതേണ്ടത്. കാസ്റ്റ്, കാസ്റ്റ്, കാസ്റ്റ് എന്നല്ലയോ. അപ്പോൾ V3 എന്ത് തന്നെയാണ്? ടെലികാസ്റ്റ് തന്നെയാണ്, ഒരിക്കലും ടെലികാസ്റ്റഡ് അല്ല. അതുകൊണ്ട് ആൻസർ എന്താണ്? ടെലികാസ്റ്റ് ക്രിക്കറ്റ് മാച്ച് വെൻ ഹി ഫെൽ അസ്ലീപ് എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, വെൻ. ബെയർലി വരുമ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പോകുന്നു എയ്തർ ഓർ. എയ്തർ ഓർ ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? വ്യത്യസ്തമായ രണ്ട് സബ്ജക്റ്റുകൾ തരുമ്പോൾ അത്തരം രണ്ട് സെന്റൻസുകളെ നമ്മൾ എങ്ങനെയാണ് എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്നത്, യോജിപ്പിക്കുന്നത് എന്ന്, ലിങ്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എയ്തർ ഓറിന്റെ മീനിങ് എന്താണ്? ഒന്നുകിൽ അല്ലെങ്കിൽ, ഒന്നുകിൽ അല്ലെങ്കിൽ എന്നാണ്. അപ്പൊ നോക്കുക, നമുക്ക് സെയിം സബ്ജക്റ്റും, അപ്പോൾ എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനുകൾ, സെന്റൻസുകൾ പല പാറ്റേണിലുള്ളവയായിരിക്കും. ഒന്നുകിൽ ആ സെന്റൻസുകൾ ഇതേപോലെ സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും, ആ തരുന്ന രണ്ട് സബ്ജക്റ്റുകളുടെയും സെന്റൻസുകളുടെയും സബ്ജക്റ്റുകൾ സെയിം ആയിരിക്കും, വെർബുകൾ ഡിഫറൻ്റ് ആയിരിക്കും. സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരും. അല്ലെങ്കിൽ ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും വരും. ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും വരും. അല്ലെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആണ്, ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരും. പിന്നെ സെയിം സബ്ജക്റ്റും സെയിം വെർബും ഡിഫറൻറ്റ് ഒബ്ജക്റ്റും വരും. അപ്പം ഇപ്പോൾ ഒറ്റ ട്രിപ്പിൽ പറയുമ്പോൾ നിങ്ങൾക്കത് കത്തത്തില്ല. ഞാൻ ഓരോന്നും വ്യക്തമാക്കി തരാം. ആദ്യം നോക്കുക, കമ്പൈനിങ് സെയിം സബ്ജക്റ്റ് പ്ലസ് ഡിഫറൻറ്റ് വെർബ്. രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് തരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് തരുമ്പോൾ അത് സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമാണെങ്കിൽ അത്തരം സെൻറ്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്? അപ്പം ഇതിന് ഫോർമാറ്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിക്കേണ്ട കാര്യമില്ല. ഒരു ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് ഇത് മൊത്തം നിങ്ങൾക്ക് അതേപോലെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കേ, വ്യത്യസ്തമായ രണ്ട് തരം സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാനായിട്ട് എയ്തർ ഓർ ഉപയോഗിക്കുമ്പോൾ ആ രണ്ട് സെന്റൻസുകളുടെയും സബ്ജക്റ്റുകൾ സെയിമും വെർബ് ഡിഫറൻറ്റുമാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ആ സബ്ജക്റ്റ് അങ്ങ് എഴുതുക. പിന്നീട് ആ സബ്ജക്റ്റിന് ശേഷം ആ സെന്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടാകുമല്ലോ, ആ ഓക്സിലറി വെർബ് അങ്ങ് എഴുതുക. പിന്നീട് എയ്തർ എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ സെന്റൻസിന്റെ ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് എഴുതുക. പിന്നീട് ഓർ എഴുതുക. പിന്നീട് ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെന്റൻസ് എഴുതുക. അപ്പം സബ്ജക്റ്റ് എഴുതുക, പിന്നീട് ഓക്സിലറി വെർബ് എഴുതുക, പിന്നീട് എയ്തർ ചേർക്കുക, പിന്നീട് ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് എഴുതുക, പിന്നീട് ഓർ എഴുതുക, ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെന്റൻസ് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഹി വിൽ സെൽ ഹിസ് കാർ ഓർ ഹി വിൽ ബോറോ സം മണി. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് സെന്റൻസുകൾ കിടപ്പുണ്ട്. ഈ രണ്ട് സെന്റൻസുകളുടെയും സബ്ജക്റ്റ്, അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ആദ്യമേ എന്താണെന്ന് നോക്കുക. ഈ രണ്ട് സെന്റൻസുകളുടെയും സബ്ജക്റ്റ് ഇവിടെ ഹി ആണ്. അപ്പോൾ സെയിം സബ്ജക്റ്റ് ആണ്. വെർബ് നോക്കാം. ഒന്നാമത്തെ സെന്റൻസിന്റെ വെർബ് സെല്ലാണ്, രണ്ടാമത്തെ സെന്റൻസിന്റെ വെർബ് ബോറോ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമാണ് കിടക്കുന്നത്. അങ്ങനെ സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമുള്ള രണ്ട് സെൻറ്റൻസുകളെ നമ്മൾ എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യം ആ സബ്ജക്റ്റ് എഴുതുക, പിന്നീട് ഓക്സിലറി വെർബ് എഴുതുക,
പിന്നീട് എയ്തർ എഴുതിയിട്ട് ഒന്നാമത്തെ സെന്റൻസിന്റെ ബാലൻസ് അങ്ങ് എഴുതുക, ഓർ ഇട്ടിട്ട് രണ്ടാമത്തെ സെന്റൻസിന്റെ ബാലൻസ് അങ്ങ് എഴുതുക. അപ്പൊ നോക്കേ, ആദ്യമേ നമ്മൾ ഈ സെന്റൻസിനെ കമ്പൈൻ ചെയ്യാനായിട്ട് സബ്ജക്റ്റ് അങ്ങ് എഴുതുന്നു. രണ്ടിടത്ത് ഒരേപോലെ ഹി ഉണ്ട്, അതെഴുതി. പിന്നീട് ഓക്സിലറി വെർബ് എഴുതുന്നു. ഓക്കെ, ആ ഫോർമാറ്റ് നിങ്ങൾ എഴുതി കാണുമല്ലോ, പുറത്തുണ്ട്. സബ്ജക്റ്റ് എഴുതി, പിന്നീട് ഓക്സിലറി വെർബ് എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, എയ്തർ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നാമത്തെ സെന്റൻസിന്റെ ബാലൻസ് ഭാഗം എഴുതുക. സെൽ ഹിസ് കാർ എഴുതി. ഇനി ഓർ ഇട്ട് കൊടുക്കുക. ഓർ ഇട്ടു. എല്ലാ സെന്റൻസിലും അവിടെ കാണണമെന്നില്ല, ഓർ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓർ എഴുതി. പിന്നീട് സെക്കൻഡ് സബ്ജക്റ്റിന്റെ ബാലൻസ് എഴുതുന്നു. ബോറോ സം മണി എന്ന് എഴുതുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഇതേപോലെ പഠിച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ ഈ സെൻറ്റൻസ് നോക്കിയപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിലും ഒരേപോലെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലയോ? രണ്ട് സെൻറ്റൻസിലും ഒരേപോലുള്ളത് എന്താ? ഹി വില്ല്, ഹി വില്ല്. ഓക്കെ, അപ്പം ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ റൂളുകളും നിങ്ങൾക്ക് ഫോർമാറ്റ് ഇല്ലാതെ ഇതേപോലെ എഴുതാം. രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ട് ഇതേപോലെ കമ്പൈൻ ചെയ്യാൻ തരുമ്പോൾ ഈ രണ്ട് ഭാഗത്തും ഒരേപോലെ കിടക്കുന്നത് അത് ഏത് ഭാഗത്താണോ ഒരേപോലെ ഉള്ളത്, ആദ്യ ഭാഗത്തെങ്കിൽ ആദ്യ ഭാഗം, അവസാന ഭാഗത്തെങ്കിൽ അവസാന ഭാഗം, എവിടെയായാലും ആ ഒരേപോലെ കിടക്കുന്നത് ഒരു വട്ടം എഴുതിയാൽ മതിയല്ലോ. ഇത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലല്ലേ ഒരേപോലെ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ അങ്ങ് എഴുതി. ഹി വിൽ ഒരേപോലുള്ളത് ഒരു വട്ടം എഴുതിയാൽ മതി. അത് എവിടെയാണോ ഉള്ളത് അവിടെ എഴുതുക. സെൻറ്റൻസിൻ്റെ ആദ്യമാണ്, അത് ആദ്യമേ അങ്ങ് എഴുതി. ഇനി നോക്കുമ്പോൾ സെൽഹിസ് കാറും ബോറോസം മണിയുമല്ലയോ വ്യത്യസ്തമായിട്ടുള്ളത്. ഈ വ്യത്യസ്തമായിട്ടുള്ളതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തുപയോഗിച്ചാണോ കമ്പൈൻ ചെയ്യാൻ പറയുന്നത് അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എയ്തർ ഓർ ഉപയോഗിച്ചല്ലയോ, അപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങ് എയ്തർ ഓർ ഇട്ടാൽ മതി. ഹി വിൽ ആൻഡ് എയ്തർ സെൽ ഹിസ് കാർ ഓർ ബോറോസം മണി. അപ്പോൾ ഇങ്ങനെ നോക്കുക, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, സെൻറ്റൻസിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ കിടക്കുന്നോ ആ വ്യത്യസ്തമായിട്ടുള്ളതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? എയ്തർ ഓർ ഇട്ട് അതിനെ അങ്ങ് കമ്പൈൻ ചെയ്യുക. ഒരേപോലുള്ളത് ഏത് ഭാഗത്താണോ വരുന്നത് ഒരേപോലുള്ളത് ആ ഭാഗത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ സെൽഹിസ് കാറും ബോറോസം മണിയും വ്യത്യസ്തമായിട്ട് കിടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ എയ്തർ ഓർ ഇട്ടു. ഒരേപോലെ കിടക്കുന്ന ഹി വില്ലാണ്, അത് ആദ്യം അങ്ങ് എഴുതി. ഹി വിൽ എയ്തർ സെൽ ഹിസ് കാർ ഓർ ബോറോ സം മണി എന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. യു മസ്റ്റ് ടേക്ക് എ ടാക്സി ഓർ യു മസ്റ്റ് ഗോ ബൈ ബസ്. നമുക്ക് നോക്കാം എങ്ങനെ കമ്പൈൻ ചെയ്യുമെന്ന്. ഇവിടെ രണ്ടിടത്തെയും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കുക. രണ്ടിടത്തും സബ്ജക്റ്റ് സെയിം ആണ്. രണ്ടിടത്തെയും സബ്ജക്റ്റ് യു ആണ്. ഇനി നമുക്ക് വെർബ് നോക്കാം. ഒരിടത്ത് ടേക്ക് ആണ്, അടുത്തടുത്ത് ഗോയാണ്. ടേക്കും ഗോയുമാണ്. അപ്പം സെയിം സബ്ജക്റ്റ് ആണ്, ഡിഫറൻറ്റ് വെർബാണ്. സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമാണ് വന്നിരിക്കുന്നത്. അപ്പം സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഒരേപോലുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് യു മസ്റ്റ് ഒരേപോലാണ്. നിങ്ങളത് ആദ്യമേ എടുത്തങ്ങ് എഴുതുക. ആദ്യം ഇല്ലയോ യു മസ്റ്റ് എഴുതി. ഇനി വ്യത്യസ്തമായിട്ടുള്ളത് എന്താ? ടേക്ക് എ ടാക്സിയും ഗോ ബൈ ബസ്സുമാണ്. അതിനിടയ്ക്ക് നിങ്ങൾ എയ്തർ ഓർ അങ്ങ് ചേർത്താൽ മതി. എയ്തർ ആൻഡ് ടേക്ക് എ ടാക്സി എഴുതി, ഓർ എഴുതിയിട്ട് ഗോ ബൈ ബസ്സും എഴുതി. ഇപ്പോൾ യു മസ്റ്റ് എയ്തർ ടേക്ക് എ ടാക്സി ഓർ ഗോ ബൈ ബസ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, പിന്നീട് ഓക്സിലറി വെർബ് എഴുതി, പിന്നീട് എയ്തർ എഴുതി, ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ബാലൻസ് ടേക്ക് എ ടാക്സി എഴുതി, ഓർ എഴുതി, രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ബാലൻസ് ഗോ ബൈ ബസ് എഴുതി. യു മസ്റ്റ് എയ്തർ ടേക്ക് എ ടാക്സി ഓർ ഗോ ബൈ ബസ്. നെക്സ്റ്റ്, ഷീ വിൽ ബൈ എ ബുക്ക്, ഷീ വിൽ ഡു ദ ഹോംവർക്ക്. നമുക്ക് ആദ്യമേ സബ്ജക്റ്റ് എഴുതാം. എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യണം. ആദ്യമേ നമ്മൾ സബ്ജക്റ്റ് എഴുതുകയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അതിനുശേഷം നമ്മൾ വിൽ എഴുതി, ഓക്സിലറി വെർബ് എഴുതി. അതിനുശേഷം എയ്തർ ഇട്ട് കൊടുക്കുക, എയ്തർ എഴുതി. ഇനി നമ്മൾ ബാലൻസ് ഓഫ് ദ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി. ബൈ എ ബുക്കാണ്, അത് നമ്മൾ എഴുതി ബൈ എ ബുക്ക്. ഇനി ഓർ ഇട്ട് കൊടുത്തു. അതിനുശേഷം ബാലൻസ് ഓഫ് ദ സെക്കൻഡ് സെൻറ്റൻസ് എഴുതുക. ഡു ദ ഹോംവർക്ക്, ഡു ദ homework. She will either buy a book or do the homework. ഓക്കെ, അല്ലെങ്കിൽ രണ്ടിടത്തും ഒരേപോലെ കടന്നത് ഷീ വില്ലാണ്. അത് ആദ്യ ഭാഗത്തല്ലയോ,
അത് ആദ്യ ഭാഗത്ത് നമ്മൾ അതേപോലെ എഴുതി. വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് ബൈ എ ബുക്കും ഡു ദ ഹോംവർക്കുമാണ്. വ്യത്യസ്തമായിട്ട് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എയ്തർ ഓർ ഇട്ടു. എയ്തർ ബൈ എ ബുക്ക് ഓർ ഡു ദ ഹോംവർക്ക് എന്ന് എഴുതി. മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി ടഫായിട്ട് തോന്നുന്ന ഏരിയ ആണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് അവയെ കമ്പൈൻ ചെയ്യുക. ഇനി ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും വന്നാൽ ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബുമായിട്ടുള്ള രണ്ട് സെൻറ്റൻസുകൾ തന്നാൽ അവയെ നമ്മൾ എങ്ങനെയാണ് എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുക. ഫോർമാറ്റ് ഇനി നിങ്ങൾ തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ആ ഫോർമാറ്റുകൾ ഡെറൈവ് ചെയ്തെടുത്തോളും. അപ്പോൾ നിങ്ങൾ നോക്കേ, നമുക്ക് എയ്തർ ഓർ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യണം. ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. രണ്ട് സെൻറ്റൻസിലെയും സബ്ജക്റ്റ് എന്താണ്? ഡിഫറൻ്റ് ആണ്. സബ്ജക്റ്റ് ഡിഫറൻ്റ് ആണ്, വെർബ് സെയിമുമാണ്. സബ്ജക്റ്റ് രണ്ടിടത്തെയും ഡിഫറൻ്റ് ആണ്, വെർബ് രണ്ടിടത്തെയും എന്താണ്? സെയിമുമാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും വരുമ്പോൾ ഫോർമാറ്റ് നമുക്ക് തന്നെ ഡെറൈവ് ചെയ്തെടുക്കാം. വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് ഇല്ലയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എയ്തർ ഓർ ഇടുന്നു. സെയിമായിട്ട് കിടക്കുന്നത് ഒരിടത്തങ്ങ് എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ രണ്ട് സബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിടുന്നു? എയ്തർ ഓർ ഇടുന്നു. അപ്പോൾ എയ്തർ പ്ലസ് ഫസ്റ്റ് സബ്ജക്റ്റ് ഓർ പ്ലസ് സെക്കൻഡ് സബ്ജക്റ്റ്. ഇനി ബാക്കി വെർബിൻ്റെ ഭാഗം എല്ലായിടവും സെയിമായിട്ട് കിടക്കുമല്ലയോ? അവിടെ നിന്ന് എന്ത് എഴുതിയാൽ മതി? ആ ബാലൻസ് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എയ്തർ പ്ലസ് ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഓർ പ്ലസ് സെക്കൻഡ് സബ്ജക്റ്റ് പ്ലസ് ബാലൻസ്. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലസ് ബാലൻസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എയ്തർ ഓറും നെയ്തർ ഓറും നോട്ട് ഓൺലി ബട്ട് ആൾസോയും കോൺകോഡി നമ്മൾ പഠിക്കുന്നതാണ്. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതുക. അപ്പോൾ ഇവിടെയും നിങ്ങൾ നോക്കിക്കോണം, സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതാൻ നോക്കിക്കോണം. ഇവിടെ വെർബ് രണ്ടിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ്? സബ്ജക്റ്റ് നോക്കുക. ഈ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വെർബ് എഴുതാൻ മറക്കരുത്. നമുക്ക് 2-3-4 എക്സാമ്പിൾ ചെയ്തു പോകാം. മീര വിൽ ടെൽ ദ ട്രൂത്ത് ഓർ മീനു വിൽ ടെൽ ദ ട്രൂത്ത്. നമ്മൾ ആദ്യമേ നോക്കുന്നു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ഒരിടത്തെ സബ്ജക്റ്റ് മീര, നെക്സ്റ്റ് സബ്ജക്റ്റ് മീനു. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അടുത്ത വെർബ് നമ്മൾ നോക്കുന്നു, ഒരിടത്ത് ടെല്ലാണ്, രണ്ടിടത്തും ടെല്ലാണ് കിടക്കുന്നത്. അപ്പോൾ വെർബ് സെയിം ആണ്. അപ്പോൾ നോക്കേ, ഡിഫറൻ്റ് സബ്ജക്റ്റും സെയിം വെർബുമുള്ള രണ്ട് സെൻറ്റൻസുകളെയാണ് നമുക്ക് എയ്തർ ഓർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ എഴുതുക എന്താകുന്നു? ആ വ്യത്യസ്തമായിട്ടുള്ളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എയ്തർ ഓർ ഇട്ടാൽ പോരെ? ഇവിടെ സബ്ജക്റ്റ് ആണ്, മീരയും മീനുവുമാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. അത് ആദ്യ ഭാഗത്താണ്. ആദ്യ ഭാഗത്തായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എയ്തർ എഴുതുന്നു. എയ്തർ മീര ഓർ മീനു. ഓക്കെ, രണ്ടിടത്ത് സബ്ജക്റ്റ് ഡിഫറൻ്റ് ആണ്, സബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് എയ്തർ ഓർ ഇട്ട് കൊടുത്തു. ഇനി ടെൽ ദ ട്രൂത്ത് ബാലൻസ് വെർബ് ഭാഗം ഒരേപോലെ കിടക്കുമല്ലയോ? അത് ഒരിടത്ത് എഴുതിയാൽ പോരെ? വിൽ ടെൽ ദ ട്രൂത്ത് എന്ന് എഴുതി. അല്ലെങ്കിൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്താൽ മീര വിൽ ടെൽ ദ ട്രൂത്ത് ഓർ മീനു വിൽ ടെൽ ദ ട്രൂത്ത്. ആദ്യം നമ്മൾ എയ്തർ എഴുതി. എയ്തർ പ്ലസ് ഫസ്റ്റ് സബ്ജക്റ്റ് മീര പ്ലസ് ഓർ എഴുതി. സെക്കൻഡ് സബ്ജക്റ്റ് മീനു. ഓക്കെ, പ്ലസ് ബാലൻസ് വിൽ ടെൽ ദ ട്രൂത്ത്. വിൽ ടെൽ ദ ട്രൂത്ത് അത് അതേപോലെ എഴുതി. വിൽ ടെൽ ദ ട്രൂത്ത്. എയ്തർ മീര ഓർ മീനു വിൽ ടെൽ ദ ട്രൂത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജുസ് ഫാദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഓർ ഹിസ് മദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ എയ്തർ ഓർ ഉപയോഗിച്ച് നമുക്ക് ഇവയെ കമ്പൈൻ ചെയ്യണം. നമ്മൾ ആദ്യമേ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കുന്നു. ഫസ്റ്റ് സബ്ജക്റ്റ് രാജുസ് ഫാദർ ആണ്, സെക്കൻഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഹിസ് മദർ ആണ്. അപ്പോൾ വ്യത്യസ്തമായ രണ്ട് സബ്ജക്റ്റുകളെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നോക്കുന്നു വെർബ് എന്താണ്? അറ്റൻഡ് ആണ്. അപ്പോൾ സെയിം വെർബുമാണ്. അപ്പം ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബുമുള്ള രണ്ട് സെൻറ്റൻസുകളെയാണ് എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാൻ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ എയ്തർ എഴുതാം.
എയ്തർ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതാം രാജുസ് ഫാദർ. ഇനി ഓർ എഴുതാം ഓർ. സെക്കൻഡ് സബ്ജക്റ്റ് എഴുതാം ഹിസ് മദർ. ഇനി ബാലൻസ് എഴുതാം വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. എയ്തർ രാജുസ് ഫാദർ ഓർ ഹിസ് മദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് സബ്ജക്റ്റ് ആണ്, ആദ്യ ഭാഗത്താണ്. അവിടെ എയ്തർ ഓർ ഇട്ട ആ രണ്ട് സബ്ജക്റ്റിനെ നമ്മളങ്ങ് എഴുതി. ഒരേപോലെ കിടക്കുന്നത് ബാക്കി ഭാഗത്തല്ലയോ, ലാസ്റ്റ് അല്ലയോ, അതവിടെ എഴുതുക. ഇത്രയേ ഉള്ളൂ. എയ്തർ രാജുസ് ഫാദർ ഓർ ഹിസ് മദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. നെക്സ്റ്റ്, ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഹിസ് ഫ്രണ്ട്സ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. നമ്മൾ നോക്കി രണ്ടിടത്തെയും സബ്ജക്റ്റ്, ഒരിടത്ത് ഹി ആണ്, ഒരിടത്ത് ഹിസ് ഫ്രണ്ട്സ് ആണ്. ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. വെർബ് നോക്കി ഒരിടത്ത് പ്ലേഡ് ആണ്, അടുത്തടുത്തും പ്ലേഡ് ആണ്. അപ്പോൾ ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബുമാണ് തന്നിരിക്കുന്നത്. ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബുമാണെങ്കിൽ ആദ്യം നമ്മൾ എയ്തർ എഴുതുന്നു, പിന്നീട് ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് ഓർ എഴുതുന്നു, പിന്നീട് സെക്കൻഡ് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് ബാലൻസ് അങ്ങ് എഴുതുക. അപ്പോഴും നോക്കേണ്ടുന്ന കാര്യം, ഇവിടെയൊക്കെ മോഡൽ ഓക്സിലറിയൊക്കെ വന്നപ്പോൾ അതിനൊന്നും സിംഗുലർ പ്ലൂറൽ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരിടത്ത് ഹാസ് ആണ്, ഒരിടത്ത് ഹാവ് ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് സിംഗുലറും പ്ലൂറലും ഒക്കെയാണ് കിടക്കുന്നത്. നമുക്കറിയാം എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതുക. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ഹീയും സെക്കൻഡ് സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സുമാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക. അവിടെ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഹീ സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് കൊടുത്തത്. ഇവിടെ എന്താണ്, ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മുടെ സെൻറ്റൻസിൽ ഹാവാ കിടക്കുന്നത്. നമ്മൾ എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണോ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. എയ്തർ ഹി ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് എഴുതി. ഓക്കെ, അപ്പം സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരുമ്പോൾ കമ്പൈൻ ചെയ്യാൻ നമുക്കറിയാം. ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും വരുമ്പോൾ കമ്പൈൻ ചെയ്യാൻ നമുക്കറിയാം. ഇനി മൊത്തം ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റും വെർബും കമ്പൈനിങ് ഡിഫറൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഡിഫറൻറ്റ് വെർബ്. നമ്മുടെ സബ്ജക്റ്റും വെർബും ഡിഫറൻ്റ് ആണെങ്കിൽ, രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ അത്തരം സെൻറ്റൻസുകളെ നമ്മൾ എങ്ങനെയാണ് എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുക നോക്കാം. ആദ്യമേ നമുക്ക് കണക്ട് ചെയ്യാം. മൊത്തം സബ്ജക്റ്റും വെർബും എന്താണ്, ഡിഫറൻ്റ് ആണ്. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ മൊത്തത്തിൽ ആ സെൻറ്റൻസ് ടോട്ടലി ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ ആ രണ്ട് സെൻറ്റൻസിൻ്റെയും ഇടയ്ക്ക് അങ്ങ് എന്ത് കൊടുത്താൽ മതി, എയ്തർ ഓർ കൊടുത്താൽ മതി. അതാണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വന്നില്ല ഈ ഫോർമാറ്റ് തന്നെ. ആദ്യം എയ്തർ എഴുതുക, പിന്നീട് ഫസ്റ്റ് സെൻറ്റൻസ് അങ്ങ് എഴുതുക, പിന്നീട് ഓർ കൊടുക്കുക, പിന്നീട് സെക്കൻഡ് സെൻറ്റൻസ് എഴുതുക. എയ്തർ പ്ലസ് ഫസ്റ്റ് സെൻറ്റൻസ് പ്ലസ് ഓർ പ്ലസ് സെക്കൻഡ് സെൻറ്റൻസ്. ഓക്കെ ആണ്. നോക്കേ, ദ ലയൺ വിൽ കിൽ ഹിം ഓർ ദ പൈത്തോൺ വിൽ സ്വാലോ ഹിം. പൈത്തോൺ മീൻസ് പെരുമ്പാമ്പാണ് കേട്ടോ. ഒന്നുകിൽ സിംഹം അവനെ എന്താണ് കൊല്ലും, അല്ലെങ്കിൽ പെരുമ്പാമ്പ് അവനെ വീഴും. അപ്പോൾ ഇത് വ്യത്യസ്തമായ രണ്ട് സബ്ജക്റ്റുകളാണ്. വ്യത്യസ്തമായ രണ്ട് സബ്ജക്റ്റുകളെ എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം രണ്ടിടത്ത് സബ്ജക്റ്റുകൾ ആദ്യം ഒന്ന് നോക്കാം. ഒരിടത്ത് ദ ലയൺ ആണ്, സെക്കൻഡ് സെൻറ്റൻസിൽ ദ പൈത്തോൺ ആണ്. ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. അടുത്ത വെർബ് നോക്കാം. ഒരിടത്ത് കില്ലാണ്, ഒരിടത്ത് സ്വാലോ ആണ്. അപ്പോൾ വെർബ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റും ഡിഫറൻ്റ് ആണ്, വെർബും ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് സബ്ജക്റ്റും ഡിഫറൻ്റ് വെർബുമാണ് തന്നിരിക്കുന്നത്. ടോട്ടലി സെൻറ്റൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം? ആദ്യം നമ്മൾ എയ്തർ എഴുതുന്നു. ഓക്കെ, എയ്തർ. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക. ഏതാണ്? ദ ലയൺ ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. എയ്തർ ദ ലയൺ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക. ദ ലയൺ വിൽ കിൽ ഹിം. ഇനി ഓർ എഴുതുക. ഓർ എഴുതി. ഇനി സെക്കൻഡ് സെൻറ്റൻസ് എഴുതുക. ദ പൈത്തോൺ വിൽ സ്വാലോ ഹിം. അപ്പോൾ ഒന്നുകൂടെ എയ്തർ ദ ലയൺ വിൽ കിൽ ഹിം ഓർ ദ പൈത്തോൺ വിൽ സ്വാലോ ഹിം.
ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വന്നു. മൊത്തത്തിൽ ഡിഫറൻ്റ് ആണ്. രണ്ട് സെൻറ്റൻസിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ എയ്തർ ഓർ അങ്ങ് ഇട്ടാൽ മതി. ഇതൊക്കെ സെൻറ്റൻസ് കറക്ഷനൊക്കെ തരുമ്പോൾ ഈ എയ്തർ ഓറൊക്കെ ഇട്ട് എന്താ ഈ രണ്ട് സെൻറ്റൻസിനകത്ത് എയ്തർ ദ ലയൺ വിൽ കിൽ ഹിം അല്ലെങ്കിൽ എയ്തർ ദ ലയൺ ഓർ ദ പൈത്തോൺ വിൽ കിൽ ഹിം ആൻഡ് swallow ഹിം, ഇങ്ങനെയൊക്കെ എന്താ പല രീതിയിൽ ഈ സെൻറ്റൻസുകളെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ നോക്കിക്കോണം, ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രക്ചറാണോ നോക്കിക്കോണം. വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകളാണെങ്കിൽ ആ സെൻറ്റൻസുകളുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് മൊത്തത്തിൽ അങ്ങ് എന്ത് കൊടുത്താൽ മതി, എയ്തർ ഓർ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും ഒന്ന് കേൾക്കുക കേട്ടോ. ഇച്ചിരി ടഫായിട്ടുള്ള ഏരിയ ആണ്. മനസ്സിലാക്കി എടുത്താൽ ഒന്നുമില്ല, സിമ്പിളാണ്. കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനൊന്നും ഇല്ല, ഇത്രയും പറഞ്ഞു തരാനേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മൈ ഫാദർ വിൽ ഗിവ് ദ മണി, ഐ വിൽ ടേക്ക് ദ റിസ്ക്. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യമേ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കിയാണ്. ഒന്നാമത്തെ സെൻറ്റൻസിൽ മൈ ഫാദർ എന്നും രണ്ടാമത്തെ സെൻറ്റൻസിൽ ഐ എന്നുമാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റുകൾ ഡിഫറൻ്റ് ആണ്. ഇനി വെർബുകൾ നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിലെ വെർബ് ഗിവ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസിലെ വെർബ് ടേക്ക് ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമാണ് വന്നിരിക്കുന്നത്. ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും വരുമ്പോൾ അത്തരം സെൻറ്റൻസുകളെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ എയ്തർ എഴുതുക. ഓക്കെ, എയ്തർ. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക. മൈ ഫാദർ വിൽ ഗിവ് ദ മണി, മൈ ഫാദർ വിൽ ഗിവ് ദ മണി. ഇനി ഓർ എഴുതുക, ഓർ. ഇനി സെക്കൻഡ് സെൻറ്റൻസ് എഴുതുക, ഐ വിൽ ടേക്ക് ദ റിസ്ക്, ഐ വിൽ ടേക്ക് ദ റിസ്ക്. അപ്പം എയ്തർ മൈ ഫാദർ വിൽ ഗിവ് ദ മണി ഓർ ഐ വിൽ ടേക്ക് ദ റിസ്ക്. അടുത്തത് ഫാദർ വിൽ ബീറ്റ് ഹിം ഓർ മദർ വിൽ സ്കോൾഡ് ഹിം. രണ്ടിടത്തെയും സബ്ജക്റ്റുകൾ നമ്മൾ നോക്കുന്നു, ഫാദറും മദറുമാണ്. ഇത് ഡിഫറൻറ്റ് സബ്ജക്റ്റുകളാണെന്ന് വ്യക്തമായി. അടുത്ത വെർബ് നോക്കുന്നു. ഒരിടത്ത് ബീറ്റാണ്, ഒരിടത്ത് സ്കോൾഡ് ആണ്. അടിച്ചു, വഴക്ക് പറഞ്ഞു. ഒരിടത്ത് ബീറ്റാണ്, ഒരിടത്ത് സ്കോൾഡ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള വെർബുമാണ്. അപ്പോൾ ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് മൊത്തത്തിൽ ഡിഫറൻ്റ് ആണ്. എയ്തർ ഓർ ഉപയോഗിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാം. ആദ്യം നമ്മൾ എയ്തർ എഴുതുന്നു. ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുന്നു, ഫാദർ വിൽ ബീറ്റ് ഹിം എന്നെഴുതി. ഓർ ഇട്ടു, മദർ വിൽ സ്കോൾഡ് ഹിം എന്നെഴുതി. എയ്തർ ഫാദർ വിൽ ബീറ്റ് ഹിം ഓർ മദർ വിൽ സ്കോൾഡ് ഹിം. അപ്പോൾ നമ്മൾ സെയിം സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബും കമ്പൈൻ ചെയ്യാൻ പഠിച്ചു. ഡിഫറൻറ്റ് സബ്ജക്റ്റും സെയിം വെർബും കമ്പൈൻ ചെയ്യാൻ പഠിച്ചു. ഡിഫറൻറ്റ് സബ്ജക്റ്റും ഡിഫറൻറ്റ് വെർബുമായിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യാനും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിം സബ്ജക്റ്റ് സെയിം വെർബ്, പക്ഷെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കമ്പൈനിങ് സെയിം സബ്ജക്റ്റ് പ്ലസ് സെയിം വെർബ് പ്ലസ് ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. സെയിം സബ്ജക്റ്റും സെയിം വെർബും ഡിഫറൻറ്റ് ഒബ്ജക്റ്റുമുള്ള രണ്ട് സെൻറ്റൻസുകളെ എങ്ങനെയാണ് എയ്തർ ഓർ ഉപയോഗിച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യ ഭാഗം എല്ലാം ശരിയാണ്, സെയിം ആണ്. ഇവിടെ ആദ്യ ഭാഗമെല്ലാം എന്താണ്? സെയിം ആണ്. അതായത് സബ്ജക്റ്റും വെർബും ഒക്കെ സെയിം ആണ്. പക്ഷെ അവസാനമുള്ള ഒബ്ജക്റ്റ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ സെയിം സബ്ജക്റ്റും സെയിം വെർബും ഡിഫറൻറ്റ് ഒബ്ജക്റ്റും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ സബ്ജക്റ്റ് എഴുതുക, പിന്നീട് ഓക്സിലറി വെർബ് എഴുതുക, പിന്നീട് അവിടുത്തെ മെയിൻ വെർബ് എഴുതുക, പിന്നീട് എയ്തർ ഇടുക, ഫസ്റ്റ് ഒബ്ജക്റ്റ് എഴുതുക, ഓർ എഴുതുക, സെക്കൻഡ് ഒബ്ജക്റ്റ് എഴുതുക. മീൻസ് രണ്ട് ഒബ്ജക്റ്റും ഡിഫറൻ്റ് ആണ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നാണ്. സെൻറ്റൻസിൻ്റെ അവസാനമാണ് ഒബ്ജക്റ്റ് വരിക. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്താണ് ഡിഫറൻ്റ് ആയിട്ട് കിടക്കുന്നത്. ആ ഭാഗത്ത് നിങ്ങൾ എന്തെഴുതുക? എയ്തർ ഓർ അങ്ങ് എഴുതുക. ആ ഭാഗത്ത് എയ്തർ ഓർ എഴുതുക. സെയിം ആയിട്ട് കിടന്ന ഭാഗം നിങ്ങൾ എന്താണ് ഒരിടത്ത് എഴുതിയാൽ മതി. സബ്ജക്റ്റും ഓക്സിലറി വെർബും വെർബും ഒക്കെ ഒരേപോലാണ്. അത് ഒരേപോലെ അങ്ങ് എഴുതി. ആദ്യമാണ് വരുന്നത്, ആദ്യം അങ്ങ് എഴുതി. വ്യത്യസ്തമായിട്ട് കിടക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഭാഗമാണ് അവിടെ എയ്തർ ഓർ ഇടുക. അപ്പം നിങ്ങൾ തന്നെ ഫോർമാറ്റ് ഇപ്പോൾ മനസ്സിൽ പറഞ്ഞു കാണും. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് എയ്തർ പ്ലസ് ഫസ്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഓർ പ്ലസ് സെക്കൻഡ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കേ. മീര ക്യാൻ ഹെൽപ്പ് ഹർ ബ്രദർ ഓർ ഷീ ക്യാൻ ഹെൽപ്പ് ഹർ സിസ്റ്റർ.
അപ്പോൾ ഇവിടെ നമുക്ക് ഏതർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ മീര സബ്ജക്റ്റ്, ആ മീരയെ തന്നെയാണ് ഇവിടെ ഷീ എന്ന് പ്രോനൗൺ കൊടുത്തിരിക്കുന്നത്. സെയിം സബ്ജക്റ്റ് ആണ്. ഹെൽപ്പ് എന്ന വെർബ് രണ്ടിടത്തെയും വെർബും സെയിം ആണ്. ഇവിടെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് ഒബ്ജക്റ്റ് മാത്രമാണ്, ഇല്ലയോ? ഡിഫറെൻ്റ് ഒബ്ജക്റ്റ്. ഹർ ബ്രദറും ഹർ സിസ്റ്ററുമാണ്. ഇവിടെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് എന്താകുന്നു? അവിടുത്തെ ഒബ്ജക്റ്റുകളാണ്. വ്യത്യസ്തമായിട്ടുള്ളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതർ ഓർ ഇട്ടിട്ട് ഒരേപോലെ കിടക്കുന്നത് ഏത് ഭാഗത്താണോ വരുന്നത് അത് ആദ്യം ഒന്ന് എഴുതിയാൽ പോരെ. മീര ക്യാൻ ഹെൽപ്പ്, അതല്ലേ രണ്ടിടത്തും ഒരേപോലെ കിടക്കുന്നത്. മീര ക്യാൻ ഹെൽപ്പ് സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്. ഇനി വ്യത്യസ്തമായിട്ടുള്ളത് ഹർ ബ്രദറും ഹർ സിസ്റ്ററുമാണ്. അതിനിടയ്ക്ക് എയ്തർ ഓർ അങ്ങിടുക, എയ്തർ ഹർ ബ്രദർ ഓർ ഹർ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് വെച്ച് എഴുതിയാൽ എന്തെഴുതും? മീര ആദ്യമേ എഴുതി, സബ്ജക്റ്റ് എഴുതി, ഓക്സിലറി വെർബ് ക്യാൻ എഴുതി, ഹെൽപ്പ് എന്ന വെർബിൻ്റെ V3 ഫോം എഴുതി. ഇനി എയ്തർ എഴുതി, പിന്നീട് ഫസ്റ്റ് ഒബ്ജക്റ്റ് എഴുതി ഹർ ബ്രദർ, ഇനി ഓർ എഴുതി, പിന്നീട് സെക്കൻഡ് ഒബ്ജക്റ്റ് എഴുതി ഹർ സിസ്റ്റർ. ആൻസർ: മീര ക്യാൻ ഹെൽപ്പ് എയ്തർ ഹർ ബ്രദർ ഓർ ഹർ സിസ്റ്റർ. മുരളി മസ്റ്റ് ഈറ്റ് ചിക്കൻ ബിരിയാണി ഓർ ഹി മസ്റ്റ് ഈറ്റ് ബീഫ് ബിരിയാണി. അപ്പോൾ ഇവിടെയും സബ്ജക്റ്റുകൾ നോക്കി. മുരളിയെ തന്നെയാണ് അവിടെ ഹി എന്ന് പറയുന്നത്. സബ്ജക്റ്റുകൾ സെയിം ആണ്. ഇനി നമ്മൾ നോക്കുന്നു, അവിടുത്തെ വെർബ് നോക്കുന്നു. വെർബ് എന്താണ്? ഈറ്റാണ്. അതും സെയിം ആണ്. അതും സെയിം ആണ്. അപ്പോൾ മുരളി മസ്റ്റ് ഈറ്റ് സെയിം ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ആണ് വ്യത്യസ്തം. ഒരിടത്ത് ചിക്കൻ ബിരിയാണിയാണ്, ഒരിടത്ത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഏതാണ് എഴുതുക? ഒബ്ജക്റ്റിൻ്റെ ഭാഗത്താണ് ഏതർ ഓർ ഇടുക. ആദ്യം നമുക്ക് ഒരേപോലുള്ളത് ഒരിടത്ത് അങ്ങ് എഴുതാം. മുരളി മസ്റ്റ് ഈറ്റ്. ഇനി എന്ത് എഴുതുക? എയ്തർ ഓർ ഇട്ട് രണ്ട് ഒബ്ജക്റ്റും അങ്ങ് എഴുതുക. എയ്തർ ചിക്കൻ ബിരിയാണി ഓർ ബീഫ് ബിരിയാണി. ഓക്കെ ആണ്. മുരളി മസ്റ്റ് ഈറ്റ് എയ്തർ ചിക്കൻ ബിരിയാണി ഓർ ബീഫ് ബിരിയാണി. ഓക്കെ.